ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കലോത്സവത്തിൻ്റെ കലവറയിലെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാനായിട്ട് പോയതാണ്. അവിടെ വെച്ച് നമ്മുടെ തിരുമേനിയെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കൂടെ നമ്മുടെ യദുവിനെയും കണ്ടു. ഞാൻ പറയാം, ചാനലിൻ്റെ പേര്. ഒത്തിരി കുക്കിംഗ് വീഡിയോസ് വരുന്ന ഒരു ചാനലല്ലേ, കുക്കിംഗ് വിഷയസൊക്കെ ഒത്തിരി വരുന്നൊരു ചാനൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓപ്പണായിട്ട് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലെ എല്ലാ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ലത് വരും. കലോത്സവത്തിൻ്റെ അവസാന ദിവസത്തെ സദ്യവട്ടങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനവിടെ പോയിട്ട് അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോസ് എടുത്തോട്ടെ എന്ന് ചെന്ന് ചോദിച്ചത് നമ്മുടെ യദുവിൻ്റെ അടുത്താണ്. അപ്പോൾ എടുത്തോ, ഞാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇതിതാ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതിനുള്ള പാലാണ് നമ്മുടെ യദു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊക്കെ വന്ന് അവർ വലിയ വലിയ ആൾക്കാരെയൊക്കെ നമ്മൾ പേര് നമ്മുടെ പഴയടം തിരുമേനിയുടെ സദ്യയുടെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. കലോത്സവത്തിനൊക്കെ ഒരുപാട് തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിക്കാനുള്ളൊരു ഭാഗ്യമോ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനോ കൂടെ ഒരു വീഡിയോ എടുക്കാനോ ഉള്ളൊരു ഭാഗ്യം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഏകദേശം ഫുഡൊക്കെ തയ്യാറായിരുന്നു. പിന്നെ ഇനി പായസം കൂടെ എന്തോ ആയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോസായിട്ട് എടുക്കുകയാണ്. നല്ല സഹകരണം കേട്ടോ. ഒരു ജാടയോ ഒന്നുമില്ല. എന്താ ഒരു സ്നേഹം എന്നറിയാം. എല്ലായിടത്തും തിരുമേനിയുടെ കൈ ഓടി എത്തുന്നുണ്ട്. അത്രയും നല്ല തിരക്കിൻ്റെ ഇടയിലും ഒരുപാട് ആൾക്കാർ വീഡിയോസ് എടുക്കാനും കൂടെ നിന്ന് സെൽഫി എടുക്കാനും എല്ലാം തിരുമേനിയുടെ അടുത്ത് എത്തുന്നുണ്ട്. അവരെ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ അവരുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാ ആഹാരങ്ങളെല്ലാം തയ്യാറായതുകൊണ്ട് ചേച്ചിമാരൊക്കെ കുറേ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അവരിയ്ക്കുകയാണ്. എന്നാലും ഒരു വൈകിട്ടത്തേക്കിനുള്ളതാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അരിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല. തിരുമേനി ഇതാകണ്ട ഓരോ സ്ഥലത്തും ഓടി നടന്നാണ് ഫുഡൊക്കെ നോക്കുന്നതും. എല്ലായിടത്തും തിരുമേനിയുടെ കൈകൾ എത്തുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ സലാഡിനുള്ളത് എല്ലാം റെഡിയാക്കുകയാണ് തിരുമേനി. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. മോന് കുറച്ച് നമുക്ക് വീഡിയോയുടെ കൂടെ നിന്ന് കുറച്ച് വർത്തമാനം പറയാനായിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കൊടുക്കേണ്ട നേരമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ആ കൂട്ടത്തിൽ സെൽഫി എടുക്കാനും പരിചയപ്പെടാനും ഒക്കെ ആ തിരക്കിനിടയിലും അവർ വന്ന് എത്തിപ്പെടുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു നല്ല മനസ്സാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന നമ്മുടെ ഈ പഴയടം തിരുമേനിയുടെ മുന്നിൽ പോയി എത്താൻ ഒരു ഭാഗ്യം കിട്ടിയത് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല. നല്ല അടിപൊളി സദ്യയായിരുന്നു. പായസത്തിനുള്ളതെല്ലാം കൂട്ടെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും വന്ന് നമ്മുടെ പഴയടം തിരുമേനിയുടെ സദ്യ കഴിക്കണം കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഇവരുടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഞാനും പോയി കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ 2025 സ്കൂൾ കലോത്സവം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പഴയടം തിരുമേനിയുടെ ഈ സ്കൂൾ കലോത്സവത്തിലെ ആ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഇനി 1 വർഷത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് കൂടെ കുറേ ആൾക്കാർ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഫുഡൊക്കെ കൊടുക്കാനുള്ളതെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പം യദുവാണെങ്കിൽ പായസം തയ്യാറാക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് തിരക്കിനിടയിലും ആ ഒരു പായസം തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ കൂടെ വന്ന് ഒരു 5 മിനിറ്റ് ഞങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഒരുപാട് സന്തോഷം. നമസ്കാരം. ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ പറയാം. ചാനലിൻ്റെ പേര്. ഒത്തിരി കുക്കിംഗ് വീഡിയോസ് വരുന്ന ഒരു ചാനലാണല്ലേ.
പുതിയ വിഷ്വൽസൊക്കെ ഒത്തിരി വരുന്നൊരു ചാനൽ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓപ്പണായിട്ട് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലെ എല്ലാ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ മൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണ വീഡിയോസ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം വലിയ തിരക്കന്ന് അപ്പോഴില്ലായിരുന്നു. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ സ്കൂളുകളിൽ നിന്നെല്ലാം കുട്ടികളെല്ലാവരും വരുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഓരോരുത്തരും കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി സദ്യയാണ്. എനിക്കാണെങ്കിൽ ഈ സദ്യ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇലയിലൊക്കെ സദ്യ ഉണ്ണുന്നതും വെള്ളച്ചോറ് കഴിക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പേര് കേട്ട പ്രശസ്തനായ ലോക പ്രശസ്തനായ നമ്മുടെ പഴയടം തിരുമേനിയുടെ ആ ഒരു സദ്യ കഴിക്കുമ്പം പിന്നെ പറയണമല്ലോ. അങ്ങനെ ഞാനും മോളും അങ്ങനെ ആ കൂട്ടത്തിൽ ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നതാണ് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. ആ ഒരു സാമ്പാറിൻ്റെ എടുത്ത് പറയണം, ആ ഒരു സാമ്പാർ അടിപൊളി ടേസ്റ്റാണ്. സാമ്പാറും തോരന് പിന്നെ ഒരു സലാഡ് അച്ചാർ ഒക്കെ ഉണ്ട്. നല്ല സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. കഥകൾ പറഞ്ഞും കരളുപകുത്തും തമ്മിൽ തണലായി മാറിയിടാം, തമ്മിൽ തണലായി മാറിയിടാം. തള്ളണമിനിയും മുള്ളുകൾ പലതും കൊള്ളാമെന്നതു കേട്ടിടാൻ നിറയട്ടെന്നും മാനവഹൃത്തുകൾ നമ്മൾ തെളിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 63ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറ വിശേഷങ്ങൾ, നമ്മുടെ പഴയടം തിരുമേനിയുടെ രുചി അറിഞ്ഞുള്ള ആ ഒരു കലവറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷങ്ങളാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.